നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മോദി സർക്കാർ മുമ്പോട്ട് വെക്കുന്ന സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതിയുടെ യാഥാർത്ഥ്യവും മിഥ്യയുമാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. മോദിയുടെ സംവരണത്തിലെ തട്ടിപ്പുകൾ എന്തൊക്കെയാണ്? ഈ ഭേദഗതിക്ക് നിയമപരമായും ഭരണഘടനാപരമായും സാധുതയുണ്ടോ? നാളെ തുടരുമ്പോൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പാകുമോ? സാമൂഹ്യ നീതി അട്ടിമറിക്കുന്ന സാമ്പത്തിക മാനമാണോ രാജ്യത്തേക്ക് ചർച്ച ചെയ്യാനായി ഈ സംവരണ തത്വം, സാമ്പത്തിക സംവരണം എന്ന രീതി മുമ്പോട്ട് വെക്കുമ്പോൾ കൊണ്ടുവരുന്നത്? ഇതിൽ ഗൃഹപാഠമില്ലാതെ ഉണ്ടാക്കിയതിൻ്റെ എന്തൊക്കെ അശാസ്ത്രീയതകളാണ് ഈ സംവരണത്തെ സ്വാധീനിച്ചിരിക്കുന്നത്, ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംവരണ ലക്ഷ്യത്തെ ബാധിക്കുന്നത്? ഇത്യാദി ചോദ്യങ്ങളുമായാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നത്. ആദ്യം ഇന്നത്തെ സംഭവവികാസങ്ങൾ. കോൺഗ്രസ് നേതാവ് AP അനിൽകുമാർ, CPIM നേതാവ് സമ്പത്ത് MP, ഒപ്പം വേണുഗോപാൽ മാധ്യമപ്രവർത്തകൻ, ഹരീഷ് വാസുദേവ് അഭിഭാഷകൻ, ശ്രീ ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ, അനൂപ് മേമ്പാട്ട് ശിവസേന വക്താവ്, ഒപ്പം പെരുമുറ്റം രാധാകൃഷ്ണൻ. തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ആദ്യഘട്ടം ശ്രീ ഹരീഷ് വാസുദേവ് അഭിഭാഷകൻ, അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ. ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ. അതെ, കേൾക്കാം. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതിക്ക് ഒരു നീക്കം നടത്തി. അത് ലോക്സഭയും രാജ്യസഭയും പാസ്സായ ഒരു ഘട്ടം. അതെന്നത് ഈ മുന്നോക്ക സമുദായത്തിൽപ്പെടുന്നവരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 10% പേർക്ക് ലഭിക്കുന്ന ഗുണത്തെ സംബന്ധിച്ചുള്ള ഒരു സംവരണമാണ്. ആ സംവരണ തത്വം വല്ലാതെ രാജ്യത്ത് വിമർശിക്കപ്പെടുന്ന മാനങ്ങളുണ്ട്. അങ്ങനെ വിമർശിക്കപ്പെടാൻ വിവിധ മാനങ്ങളുണ്ട്. സംവരണം എന്നതിൻ്റെ ഉദ്ദേശം തന്നെ സാമ്പത്തികം ഉൾപ്പെടുമ്പോൾ അട്ടിമറിക്കപ്പെടും എന്ന ഒരു മാനം. രണ്ടാമത്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു എന്ന വാദം. ഒപ്പം ഇത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിലെ ഉദ്ദേശശുദ്ധിക്കുറവിനെ സംബന്ധിച്ചും ഗൃഹപാഠമില്ലാത്തതിനെ സംബന്ധിച്ചുമുള്ള ചർച്ച. അങ്ങനെ വിവിധ മാനങ്ങളിൽ പുരോഗമിക്കുകയാണ്. താങ്കൾ ഏത് പക്ഷത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഏത് പക്ഷത്തെയാണ് ഉദ്ദേശിച്ചത്? ഇതിനകത്ത് എന്റെ കാഴ്ചപ്പാട് എന്താണെന്നാണോ? അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ന് ഏതാണ്ട് 70 കൊല്ലം ആകാറായിരിക്കുകയാണ്. അപ്പോൾ 70 കൊല്ലമായിട്ടും നമ്മുടെ രാജ്യം ഇന്നും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളെന്നും അല്ലെങ്കിൽ സാമൂഹ്യ നേതാക്കളെന്നും മാനസികമായിട്ട് ഉയർന്നിട്ടില്ലെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം 47 സ്വാതന്ത്ര്യം ലഭിച്ചു, 50 ഭരണഘടന നിലവിൽ വന്നു. അന്ന് ഈ ഭരണഘടനയുടെ ശില്പികളായിട്ടുള്ളവർ വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം തന്നെ ഭരണഘടനയ്ക്കകത്ത് കൊണ്ടുവന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗ്ഗങ്ങൾ, ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്, മുഖ്യധാരയിൽ വരാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അവരെ തീർച്ചയായിട്ടും മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്, സഹോദരങ്ങളാണെന്നുള്ള രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അത് 10 വർഷം കഴിയുമ്പോൾ പുനഃപരിശോധിക്കണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, 30 വർഷം കഴിഞ്ഞു, അങ്ങനെ ഏതാണ്ട് 70 വയസ്സായി ആളുകൾക്ക്. ഈ 70 വർഷം കഴിഞ്ഞിട്ടും അത് പുനഃപരിശോധിക്കാനോ അതിനകത്ത് വേണ്ടുന്ന നടപടികൾ എടുക്കാനോ രാജ്യം ഭരിച്ച പ്രധാന കക്ഷി ഒരിക്കലും തയ്യാറായിട്ടില്ല. അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതിൻ്റെ ഉദാഹരണമാണ് 2006 നമ്മുടെ രാജ്യത്തൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഏതാണത്? സിൻഹു കമ്മീഷൻ. ആ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ രാജ്യത്ത് മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗത്തെ, മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗമെന്നേ നമ്മൾ പറയത്തുള്ളൂ. മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് ഇന്ന് നാണക്കേടാണ്. കാരണം മുന്നോക്കം എന്നും പറഞ്ഞ് വെറുതെ അങ്ങനെ പറയുകയാണ്. ആ വിഭാഗത്തിൽ പട്ടിണിക്കാരെ കണ്ടെത്തണം, അവരുടെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്തണം, അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ നിർദ്ദേശങ്ങൾ, അവരെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വയ്ക്കാൻ പറ്റുന്നത് അതൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞുള്ള ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ 2010 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2010 റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മൻമോഹൻ സിംഗാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ മുഗൾ വാസ്നിക്കിന്റെ കയ്യിൽ ആ റിപ്പോർട്ട് കൊണ്ട് സമർപ്പിച്ച്
അതിനകത്തുനിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് രാജ്യത്ത് 6 കോടി ആൾക്കാർ പട്ടികജാതി പട്ടികവർഗത്തിനെക്കാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിവരം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഗവൺമെന്റ് അത് ഒരിക്കലും പാർലമെന്റിൽ വെക്കാൻ തയ്യാറായില്ല. എന്തോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നായിരിക്കാം, എന്തായാലും അവരത് പാർലമെന്റിൽ വെക്കാൻ തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് 6 കോടി ആൾക്കാർ 2010 പട്ടികജാതി പട്ടികവർഗം അനുഭവിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നു മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗം ആയി എന്നതിൻ്റെ പേരിൽ. അപ്പം ഇതിനൊന്നും പരിഹാരം കാണുവാൻ അന്ന് സർക്കാർ തയ്യാറായില്ല. നിരന്തര പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. തീർച്ചയായിട്ടും ഗവൺമെന്റ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവിലേക്ക്. ശ്രീ ഹരീഷ് വാസുദേവ്, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ഹരീഷ് വാസുദേവ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് സാമ്പത്തിക സംവരണത്തിന്റെ വക്താവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ അടിമുടി സംവരണ വിരുദ്ധതയാണ്. ആ ഉദ്ദേശം ഒരുപക്ഷെ മനസ്സിലാകും, അതവിടെ നിൽക്കട്ടെ. അതായത് ഇപ്പോൾ മോദി സർക്കാർ മുമ്പോട്ട് വെച്ച ഈ സാമ്പത്തിക സംവരണത്തിനുള്ള ഭേദഗതിയും അതുമായി ബന്ധപ്പെട്ട് ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട 3 മാനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, ഈ സാമ്പത്തിക സംവരണം ഉദ്ദേശിപ്പിക്കുന്ന ലക്ഷ്യം സാധ്യമാക്കുമോ എന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹിക അനീതി ഇല്ലാതാക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ സംവരണം എന്നതിൻ്റെ അടിസ്ഥാനം തന്നെ സാമ്പത്തികം എന്ന മാനം അതിൽ ഉൾപ്പെടുത്തിയാൽ നഷ്ടപ്പെടുമോ എന്നത്. മൂന്നാമത്തത്, അതിൻ്റെ നിയമപരമായ സാധുത ഇനി തുടർന്ന് എങ്ങനെ അത് നിലനിൽക്കും എന്നതിനെ സംബന്ധിച്ച്. ഈ 3 മാനങ്ങളിൽ മുമ്പോട്ട് വെക്കുകയാണ് ഹരീഷ് വാസുദേവനോട്. തുടങ്ങാം ഹരീഷ്. ഒന്ന്, ഈ മൂന്നാമത്തെ മാനം, അതായത് നിയമപരമായി ഇത് ശരിയാണോ തെറ്റാണോ എന്ന മാനം വാസ്തവത്തിൽ ആദ്യത്തെ 2 പോയിന്റുകളെ ആസ്പദമാക്കി തന്നെയാണ്. ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാപരമായി ഈ അമെന്റ്മെന്റ് നിലനിൽക്കുമോ, അത് നിയമപരമായി നിലനിൽക്കുമോ, സാധുതയുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടുന്നതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത 2 പോയിന്റുകളുണ്ട്. അതായത് സംവരണം എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കപ്പെട്ടതെന്നും ഭരണഘടന എന്താണ് സംവരണം കൊണ്ട് വിഭാവന ചെയ്യുന്നതും എന്നും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്, തുല്യമായ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള അവകാശമുണ്ട്. അതിനുള്ള എക്സംഷൻ ആയിട്ടാണ് ഭരണഘടന ഈ തുല്യതയെ മറികടന്നുകൊണ്ട് റിസർവേഷൻ എന്ന കാര്യം പറയുന്നത്. റിസർവേഷനെ പറ്റിയുള്ള യുക്തി നമുക്ക് പലർക്കും, ലോജിക്ക് പലർക്കും ഇന്ത്യയിലെ എത്ര ശതമാനം ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് റിസർവേഷൻ എന്തിനാണെന്ന് അറിയാവും. അതുകൊണ്ട് തന്നെയാണ് റിസർവേഷനെതിരായിട്ടുള്ള ഒരു ആന്റി റിസർവേഷൻ ക്യാമ്പയിൻ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ വളരെ പോപ്പുലറായി നിലനിൽക്കുന്നത്. റിസർവേഷന്റെ ഏറ്റവും പ്രാഥമികമായ റിസർവേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അധികാരത്തിലുള്ള പങ്കാളിത്തമാണ്, അവർക്ക് സാമൂഹികമായിട്ടുള്ള ഉയർച്ചയാണ്. സാമൂഹികമായ ഉയർച്ച എന്ന് പറയുന്നത് ഒരു ജനറേഷൻ കൊണ്ടോ 2 ജനറേഷൻ കൊണ്ടോ ഉണ്ടാവുന്ന ഒന്നല്ല. എന്നാൽ സാമ്പത്തികമായ അസമത്വം എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിച്ചാൽ തീരുന്നതാണ്. അപ്പോ ഒരു SC/ST കാരന് 10 തവണയല്ല 100 തവണ ലോട്ടറി അടിച്ചാലും അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള പിന്നാക്കാവസ്ഥ പരിഹരിക്കപ്പെടുന്നില്ല എന്നത് വളരെ നമ്മുടെ നാട്ടിലെ തന്നെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. പക്ഷേ ഒരു മുന്നോക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മേൽജാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ സംവരണം എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ഓക്സിമോറോണാണ്. ഈ 2 വാക്കുകളും സത്യത്തിൽ ഒരുമിച്ച് പോകുന്ന ഒന്നല്ല. സാമ്പത്തിക സംവരണം എന്നത് സംവരണത്തിനെതിരായിട്ടുള്ള, പ്രാഥമികമായി എതിരായിട്ടുള്ള സംഗതിയാണെന്ന് മാത്രമല്ല, നമ്മൾക്ക് കിഴക്കോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അതിനെ പടിഞ്ഞാറായിട്ട് വലിക്കുന്ന നടപടിയാണ് സാമ്പത്തിക സംവരണം. കിഴക്കോട്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു വാഹനത്തെ പടിഞ്ഞാട്ട് വലിക്കുന്നത് പോലെയാണ് സംവരണം എന്ന തത്വത്തോട് സാമ്പത്തിക സംവരണം ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ഹരീഷ് വാസുദേവ് ഉദ്ദേശിക്കുന്നത് ഈ സാമൂഹ്യ അനീതിക്ക് ഒരു മീൻസ് സാമൂഹ്യ അനീതി ഇല്ലാതാക്കാനാണ് സംവരണം കൊണ്ടുവരിക എങ്കിൽ ഈ സംവരണം എന്ന അതിന്റെ ഉദ്ദേശം തന്നെ, അടിസ്ഥാന ഉദ്ദേശം തന്നെ സാമ്പത്തികം എന്നൊരു വാക്കുകൊണ്ട് അട്ടിമറിക്കപ്പെടുന്നു എന്ന് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതല്ല എന്ന് അവർ പറയാൻ അവർ ഉപയോഗിക്കുന്നത്, നോക്കൂ, 50% സംവരണം കൊടുക്കുന്നതിനെ ഞങ്ങൾ തൊടുന്നില്ല, ഞങ്ങൾ മെറിറ്റിൽ നിന്നാണ് എടുക്കുന്നത് 10% എന്ന വാദമാണ് ഇപ്പോൾ BJP അടക്കം എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. അതിലും മറുപടിയുണ്ട്. കാരണം ഈ 10% ഇവരെടുക്കുന്നത് മെറിറ്റിന്റെ 50% നിന്നാണ്. ഈ മെറിറ്റ് എന്ന് പറയുന്നത് SC/ST, ദളിതരുൾപ്പെടെ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ സാമൂഹിക പിന്നാക്കാവസ്ഥ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് ചെയ്തു വെക്കപ്പെട്ടതാണ്. അതായത് അവർക്ക് മെറിറ്റിലും വരാം, അവർക്ക് റിസർവേഷനിലും വരാം. ഇത് രണ്ടും വന്നാലും അവർ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നു എന്ന സ്റ്റേജിൽ നിന്ന് 100 സീറ്റാണുള്ളതെന്ന് വെക്കുക, 50 സീറ്റിലും അവർക്ക് മത്സരിക്കാം. 50 സീറ്റ് അവർക്ക് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ മത്സരം പങ്കുവെക്കുന്ന 50 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ 10 സീറ്റ്
മേൽജാതിക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കൂ, അതിന്റെ ഉദ്ദേശശുദ്ധി നോക്കൂ, 8 ലക്ഷം രൂപയാണ്. ഒരു 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എനിക്ക് ഏതായാലും വാർഷിക വരുമാനം 8 ലക്ഷമില്ല. പക്ഷെ ഞാൻ സാമൂഹികമായി ഒട്ടും പിന്നാക്കാവസ്ഥയിലല്ല. ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് പറയാനേ കഴിയില്ല. പക്ഷെ 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളെ പരിഗണിക്കാം, പാവപ്പെട്ടവനായി പരിഗണിക്കാം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ പോലും പാവപ്പെട്ടവരെ. എന്താണ് പാവപ്പെട്ടവന്റെ നിർവചനം? അപ്പൊ 65,000 രൂപ മാസത്തിൽ വരുമാനമുള്ളവനും ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അതായത് 2.5 ലക്ഷം ഉള്ളവൻ ആദായ നികുതി വകുപ്പിൽ ആദായ നികുതിക്ക് യോഗ്യനാണെങ്കിൽ ഇവിടെ 8 ലക്ഷം രൂപ വരെ ഉള്ളവൻ ഈ സംവരണത്തിന് യോഗ്യമാകുമെന്ന വലിയ അശാസ്ത്രീയതയിലുണ്ട് അല്ലേ? പ്രതിമാസം 65,000 രൂപ ശമ്പളമുള്ള പാവപ്പെട്ടവൻ എന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടുത്ത ഇലക്ഷനിൽ നോക്കൂ, ഇത് 2 ലക്ഷമായി വേണമെങ്കിൽ അവർക്ക് നിജപ്പെടുത്താമായിരുന്നു. അവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവർക്ക് വാർഷിക വരുമാനം 2 ലക്ഷം രൂപ, ഒരു പ്രതിമാസം 20,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് വേണ്ടി നിജപ്പെടുത്താമായിരുന്നു. ഒപ്പം സംവരണം അനുഭവിക്കുന്നവരിൽ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പകരം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ്സിൽ ഈ മേൽജാതിക്കാർക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തോ BJP ഗവൺമെന്റ് ചെയ്തു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ആ പ്രതീതി ഇത്തവണ വോട്ടാക്കി മാറ്റുകയും അതാണ് മോദിയുടെ ദുഷ്ട ഉദ്ദേശം. പക്ഷെ അപ്പോഴും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് അതിൽ വ്യക്തമാക്കിയ ചില മാനം വെളിവാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ ഹരീഷ് വാസുദേവ്, ഇവിടെ ഈ പെരുമുറ്റം രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ നിർദ്ദേശക തത്വമായി എത്തുമ്പോൾ അത് 10-20 വർഷത്തേക്ക് മാത്രമായിരുന്നു. ഇങ്ങനെ ഇപ്പോഴും തുടരുന്നതിലെ യുക്തിരാഹിത്യം അതൊന്ന്. രണ്ടാമത്തെ വിഷയം, മുന്നോക്കമെന്ന് ഉൾപ്പെട്ടതിന്റെ പുറത്ത് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നവരെ രാജ്യത്തിന് അഡ്രസ് ചെയ്യണ്ടേ? ഇത് സാധാരണ സാമാന്യ ജനത്തിന്റെ ഇടയിൽ, മിഡിൽ ക്ലാസിന്റെ ഇടയിൽ പ്രത്യേകിച്ച് കയ്യടി കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ആ വാദം മിഡിൽ ക്ലാസ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനുള്ള മറുപടി വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കുക. നമ്മൾ അനക്ഡോട്ടലായിട്ട് ഓരോരുത്തർക്കും തോന്നുന്നതല്ല, വസ്തുതകൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യയിൽ ഏതൊരു മുന്നോക്കക്കാരനും അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യത്തിന് കൂടുതലായി സർക്കാരുകളിൽ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പൊതു സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും ജോലി കിട്ടാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. എന്നാൽ അതിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകണം, അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകണം, അവർക്ക് മറ്റ് സ്കീമുകൾ കൊടുക്കണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ സംവരണത്തിന്റെ ഉദ്ദേശം അതല്ലല്ലോ. ഞാൻ ഈ ചർച്ചയിൽ വളരെ ഉത്തരവാദിത്തത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ വഹിച്ചിട്ടുള്ള ഒരു SC/ST കുടുംബം അവരുടെ വ്യക്തിപരമായ ഒരു സങ്കടം എന്നോട് പറഞ്ഞത് ഒരു സ്വകാര്യ ചർച്ചാവേളയിലാണ് പറഞ്ഞത്. ഇത്ര വലിയ പോസ്റ്റ് ഇരിക്കുന്ന എന്നോട് പോലും ഇപ്പോഴും ജാതി വിവേചനം കാണിക്കുന്ന ഈ സമൂഹം എന്ന്. അപ്പോൾ എത്ര വലിയ പൊസിഷൻ വഹിച്ചാലും എത്ര തലമുറകൾ ഈ തൊഴിലിൽ വന്നാലും ഈ സാമൂഹിക വിവേചനം പയ്യെയാണ് അവസാനിക്കുന്നത്. മാറുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അവർ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു. പക്ഷെ നമ്മൾ ഇത്രയേറെ 50-60 വർഷം നമ്മൾ ഈ സംവരണം കൊണ്ടുവന്നിട്ടും മുസ്ലിം പ്രാതിനിധ്യം ആവശ്യത്തിനുണ്ടായോ? SC/ST പ്രാതിനിധ്യം ഉണ്ടായോ? കേരളത്തിലെ സീറ്റുകൾ എടുക്കുക, മെഡിക്കൽ സീറ്റുകളും എഞ്ചിനീയറിംഗ് സീറ്റുകളും അല്ലെങ്കിൽ സർക്കാർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റുകൾ എടുക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ SC/STക്ക് വേണ്ടി റിസർവ് ചെയ്ത പല സീറ്റുകളിലും പഠിക്കാൻ കുട്ടികളില്ല. എന്തുകൊണ്ടില്ല? അട്ടപ്പാടി പോലെയുള്ള അല്ലെങ്കിൽ ആദിവാസി ഊരുകളിൽ നിന്ന് ആ സീറ്റിലേക്ക് അർഹമായ പഠനത്തിന് വേണ്ടി സാമ്പത്തികം മുടക്കാൻ ആളുകൾക്ക് തയ്യാറല്ല. അവർ വരുന്നില്ല. അത്രയേറെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ, അത്രയേറെ സാമൂഹിക പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നു. അപ്പൊ നമ്മൾ 70 വർഷക്കാലം ഈ റിസർവേഷൻ കൊണ്ടുവന്നിട്ടും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നത് കൂടുതൽ റിസർവേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിന് പകരം നോക്കൂ, ഞങ്ങൾ ഇത്രയേറെ കൊടുത്തിട്ടും വേണ്ടത്ര ആളുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് പിൻവലിക്കുകയാണ് എന്ന അങ്ങേയറ്റം വിരുദ്ധമായ യുക്തിയാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഗവൺമെന്റിന്റെ ഈ കാര്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞതുപോലെ മേൽജാതിക്കാർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ഒരാൾ ഈ രാജ്യത്ത് എതിര് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സാമ്പത്തികമായുള്ള 2 ലക്ഷമോ 1 ലക്ഷമോ വാർഷിക വരുമാനം നോക്കി അതിൽ താഴെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ജാതി ഭേദമന്യേ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഒരു സഹായം കൊടുക്കുന്നതിന് എല്ലാവരും പിന്തുണയ്ക്കുകയുള്ളൂ. സംവരണം എന്ന തത്വത്തിലേക്ക്, അധികാരത്തിൽ പങ്കാളിത്തം എന്ന തത്വത്തിലേക്ക് ഇവരെ കൊണ്ടുവരുമ്പോൾ, സർക്കാർ ജോലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിലനിൽക്കുന്ന സംവരണ തത്വം അട്ടിമറിക്കപ്പെടുകയാണ്. ഇത് ദളിത് വിരുദ്ധമാണ്. ഇത് ഇന്ത്യയിലെ താഴേക്കിടയിലുള്ള പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളോടൊക്കെ ചെയ്യുന്ന, മുസ്ലിങ്ങളോടൊക്കെ ചെയ്യുന്ന അനീതിയാണ്. ഇത് സുപ്രീം കോടതി എടുത്തു കളയുമെന്ന് കേന്ദ്ര സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇത് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. ഇത് ഈ ഇലക്ഷൻ പാസ്സാവാനുള്ള മറ്റെല്ലാ റാഫേൽ ഉൾപ്പെടെയുള്ള ഡീലുകൾ മുഴുവൻ ചർച്ചയ്ക്ക് വരുമ്പോൾ
ഒരു വിഭാഗം ആളുകളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഒരു കപ്പലാണ് ഈ കപ്പൽ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മുക്കാനുള്ള കപ്പലാണ്. ഓഫ് കോഴ്സ്, തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ വാദങ്ങൾ. ശ്രീ അനൂപ് മേമ്പാട്ട്, ഈ ശിവസേന എന്തുകൊണ്ടായാലും എന്തൊക്കെ ഉദ്ദേശങ്ങളായാലും ഒരുപക്ഷെ ഈ സാമ്പത്തിക സംവരണം മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം വേണം എന്നൊരുപക്ഷെ വാദിക്കുന്ന സംഘടനയാണ് ശിവസേന എങ്കിൽ പോലും ശിവസേന ഈ നീക്കത്തെ, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർക്കാൻ അവർ മുമ്പോട്ട് വെച്ച പാഠം ഇത് ശാസ്ത്രീയമായും നിയമപരമായും ഒന്നും നിലനിൽക്കുന്നതല്ല, ഇവർ ഉദ്ദേശിക്കുന്നത് വെറും രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം. 8-ാം തീയതി കെ പ്രഭാകർ റെഡ്ഡി എന്ന TRSന്റെ നേതാവ് ഇതേ സംബന്ധിച്ച് ഒരു ചോദ്യം ലോക്സഭയിൽ ഉന്നയിച്ചു. 8-ാം തീയതിയാണെന്ന് ആലോചിക്കണം. ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണെന്ന്. അപ്പോൾ കേന്ദ്രമന്ത്രി ഗെഹ്ലോട്ട് പറഞ്ഞൊരു കാര്യം, 8-ാം തീയതിയാണെന്ന് ആലോചിക്കണം, ഇത്തരത്തിലൊരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തെ സംബന്ധിച്ച് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മറുപടി കൊടുത്തത്. എന്നാൽ അത് നക്ഷത്ര ചിഹ്നമിടാത്ത 4475-ാമത്തെ ചോദ്യമാണ്. പക്ഷേ അന്ന് 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ബില്ല്, ഇത്തരത്തിലൊരു ഭേദഗതിക്കുള്ള നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ രംഗത്തെത്തുന്നത്. അത് തന്നെ വേണ്ടവണ്ണമുള്ള ഹോംവർക്ക് ഇല്ലാതെ ഇടിപിടിയെന്നുള്ള ഏതോ ഒരു സാധ്യത ഇതിൽ കണ്ട് രംഗത്തിറങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അനൂപ് മേമ്പാട്ട്. ആദ്യമായി ശിവസേന പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മുന്നോക്ക സമുദായത്തിലെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സാമ്പത്തിക സംവരണം എന്ന ആശയത്തെ പാർട്ടി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം, ശിവസേനയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക സംവരണം എന്നത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള മറയാക്കി മാറ്റാതെ നമ്മുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് ഇന്ന് ദേശീയ അധ്യക്ഷൻ ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ശ്രീമാൻ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ വളരെ തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശിവസേന ഈ തീരുമാനത്തിൽ അവരുടെ ആത്മാർത്ഥതയെ വളരെ സംശയാസ്പദമായിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം രാജസ്ഥാൻ അതുപോലെ തന്നെ മധ്യപ്രദേശ് ഈ തെരഞ്ഞെടുപ്പുകളിലെ ആ പരാജയം അവർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണ നഷ്ടമുണ്ടാകുമെന്ന് കൂട്ടിക്കണ്ടുകൊണ്ട് അതിനെ മറയിടാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമായി ഇതിനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല എന്നും ശിവസേന പറയാൻ ആഗ്രഹിക്കുക. തീർച്ചയായും അനൂപ് മേമ്പാട്ട് ആണ് ആ കാര്യം വ്യക്തമാക്കിയത്. ഇനി ശ്രീ ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതായത് ഒരറ്റത്ത് സംവരണ വിരുദ്ധർ ഉണ്ട്, മറ്റൊരറ്റത്ത് സംവരണം അതിൻ്റെ യഥാർത്ഥ തത്വങ്ങളിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, മറ്റൊരറ്റത്ത് സംവരണം കുറെ കൂടി വ്യാപ്തവും സമഗ്രവുമായ നിലയിൽ സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്നോക്കാവസ്ഥകളെയും പരിഹരിക്കുന്ന വിധത്തിൽ നിൽക്കണമെന്നുണ്ട്. ഒപ്പം മറ്റു ചിലരാകട്ടെ ഈ കൊണ്ടുവന്ന നീക്കത്തെ രാഷ്ട്രീയ ഗിമ്മിക്കാണ്, ഇത് മോദി സർക്കാരിൻ്റെ കൃത്യമായ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് എതിർക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ പക്ഷത്ത് അപ്രത്യക്ഷമായി പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് ശ്രീ ഹരീഷ് വാസുദേവ് മുമ്പോട്ട് വെച്ചത്. സംവരണം എന്ന അടിസ്ഥാന തത്വത്തിൽ സാമ്പത്തികമെന്ന വാക്ക് പോലും നിഷിദ്ധമാണ്. കാരണം അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായതുകൊണ്ട്. അങ്ങനെ ആ ഉദ്ദേശത്തിൽ നിന്ന് ജനതയുടെ ശ്രദ്ധ തിരിച്ച് മറ്റൊരു മാനത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് ഉപകരിച്ചു. ഒരുപക്ഷെ ഇതിന് നിയമപരമായി സാധുത കോടതിയിൽ നിലനിൽക്കില്ലായിരിക്കാം, ഈ ഭേദഗതിയിലേക്ക് പോകാനാകില്ലായിരിക്കാം. നമുക്കറിയാം 91-ൽ നരസിംഹറാവുവിൻ്റെ കാലത്ത്
ഇത്തരത്തിൽ 27% OBC-യുടെ സംവരണവും മറിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണവും എത്തിയ ഘട്ടത്തിൽ കോടതി 10% പേരുടെ റദ്ദാക്കുകയാണ് ചെയ്തത്, 27% നിലനിർത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ അതിന് കാരണമാകാത്ത ഒരു ഭേദഗതിയാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടതെങ്കിൽ ആ ഭേദഗതി അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് എങ്കിൽ ആ ഭേദഗതിക്ക് നിലനിൽക്കാൻ ആവില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ശബരിമലയുടെ വിഷയത്തിലും അതാണ്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിനെതിരാണ് എങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല. ഇതൊക്കെ അറിയുന്ന ഒന്നുണ്ട്. പക്ഷേ BJP അവിടെയൊക്കെ പരാജയപ്പെട്ടാലും ജയിക്കുന്ന ഒരു മാനമുണ്ട്. അതായത് രാജ്യത്തേക്ക് ഈ സാമ്പത്തിക സംവരണം എന്നതിൻ്റെ ചർച്ച അതിൻ്റെ ഒരു ദിശയിലേക്ക് രാജ്യത്തെ പിടിച്ചു തിരിക്കുകയാണെന്നതാണ്. അതാണ് ഗൗരവമായി ഹരീഷ് വാസുദേവ് മുമ്പോട്ട് വെച്ചത്. പിന്നെ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകമുണ്ട്. 1951 അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഈസ് എ റേപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം അന്ന് പറയാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ 356 വകുപ്പ് എന്ന് ഭരണഘടനയിൽ ഒരു കരിനിയമം ഉണ്ടല്ലോ, ആ നിയമം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യം പിരിച്ചുവിടപ്പെട്ട സംസ്ഥാനമാണ് പഞ്ചാബ്. ആ പഞ്ചാബ് സർക്കാരിനെ ഈ 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വാചകമാണ് ഞാനീ പറഞ്ഞത്, ഇറ്റ് ഈസ് എ റേപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെയും ഈ സംവരണം എന്ന് പറയുന്ന നടപടിയും ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഭരണഘടനയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് പിന്നെ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ഈ സംവരണം, ഈ സാമ്പത്തിക സംവരണം, മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം എന്ന ഈ നിയമം, ഇത് പിന്നെ ജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ 91-ൽ വന്ന നരസിംഹറാവു സർക്കാർ ഇത് കൊണ്ടുവന്നു. 92 സുപ്രീം കോടതിയിൽ ദൂരെ വലിച്ചെറിഞ്ഞു ഈ സാമ്പത്തിക സംവരണം. 27% മറ്റേ സംവരണം വന്നു. ക്രിമിനൽ സംവരണം 91-ൽ വരുന്നു, പിന്നോക്ക സമുദായങ്ങൾക്കുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ 10% ഇവർക്ക് കൊടുക്കുന്നു, മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്. അതാണ് സുപ്രീം കോടതി ഇല്ലാതാക്കിയത്. അതിനു മുൻപ് വേറൊരു സംഗതിയുണ്ട്. അത് പിന്നെ ഈ ഭരണഘടനാപരമായ കേസുകളിലെ ഏറ്റവും സുപ്രധാനമായ കേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേശവാനന്ദ ഭാരതി കേസുണ്ട്, കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള. ആ കേസിൽ സുപ്രധാനമായ വിധിന്യായത്തിൽ എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത്, there are certain principles within the framework of Indian Constitution which are inviolable and hence cannot be amended by the Parliament. These principles are commonly termed as basic structure. ഇത് ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയാത്ത അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിരിക്കുന്ന തത്വങ്ങളാണ് സംവരണം. സംവരണം എന്ന് പറയുന്നത് സാമ്പത്തികമല്ല. അത് ഹരീഷ് വാസുദേവൻ കൃത്യമായും ശരിയായും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ഇതാണ് അവിടെ മാനദണ്ഡം. അതിന് പകരം സാമ്പത്തികം എന്ന് പറയുന്ന അവിടെ ഒരു മാനദണ്ഡമേ അല്ല. അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്. അടിസ്ഥാന തത്വങ്ങൾ തിരുത്താൻ പാർലമെന്റിനും അധികാരമില്ല എന്ന് 73-ലെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് അസന്നിഗ്ധമായി വിധി പറഞ്ഞിട്ടുണ്ട്. അത് നിലനിൽക്കുകയാണ് ഈ സംഭവം നടക്കുന്നത്. അത് നിലനിൽക്കുന്നതുകൊണ്ടാണ് 73-ൽ നിലനിന്നുകൊണ്ടാണ് ആ വിധി വന്നതുകൊണ്ടാണ് 92-ൽ സുപ്രീം കോടതി മറ്റേ എടുത്ത് കളഞ്ഞത്. സാമ്പത്തിക മുന്നോക്കാർക്കുള്ള സംവരണം 10% എടുത്ത് കളഞ്ഞത്. അതിനുശേഷം വീണ്ടും അതേ നാടകം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. വോട്ട് ബാങ്കിൽ ഭയമുള്ള രാഷ്ട്രീയ കക്ഷികൾ, അത് ഞാൻ എല്ലാവരെയും ചേർത്ത് തന്നെയാണ് ഇവിടെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്, വിമർശിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഇപ്പോൾ അതേസമയം AIDMKയുടെ തമ്പിദുരൈ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇന്നലെ നടത്തി. മോദി സർക്കാർ തുടക്കത്തിൽ പറഞ്ഞ 15 ലക്ഷം രൂപ വെച്ച് ഓരോ ആൾക്കും കൊടുക്കും, ഇന്ത്യൻ പൗരന് കൊടുക്കുമെന്ന് പറഞ്ഞ് പണം കൊടുത്തിരുന്നെങ്കിൽ ഈ മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് ഈ 10% സംവരണത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത് കേരളത്തിലെ കോൺഗ്രസിന് എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ സംവരണത്തിന് ആനുകൂല്യം ഏറ്റവും അധികം അനുഭവിക്കാൻ അർഹത കിട്ടുന്നത് നായർ സമുദായമാണ്. ഈ നായർ സമുദായത്തിൽ അതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നായർ സമുദായത്തിന്റെ നേതൃത്വം കേരളത്തിലെ NSS-നാണല്ലോ. പെരുമറ്റൻ രാധാകൃഷ്ണൻ സമാന്തര സംഘടനയുടെ ആളാണത് അറിയാം. അതല്ല കാര്യം. ഈ NSS നേതൃത്വത്തിന് നിരവധി സ്കൂളുകൾ, കോളേജുകൾ ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റു സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ സ്വന്തം സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, നായർ സമുദായത്തിലെ ദരിദ്ര അംഗങ്ങൾക്ക് 10% സംവരണം ഇതാ ഞങ്ങളുടെ സമുദായത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയാൻ NSS നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാവണം. അങ്ങനെ ഒരു മാതൃക കാട്ടണം. കാരണം ഇത് കോടതിയിൽ വരുമ്പോൾ സമുദായ സംഘടനകൾക്ക് ഇഷ്ടപ്പെടില്ല. ശ്രീ AP അനിൽകുമാർ, താങ്കൾ ലൈനിലുണ്ടോ? ശ്രീ AP അനിൽകുമാർ. ഇല്ല, നമുക്ക് ശ്രീ AP അനിൽകുമാർ. അതെ, ഇവിടെ കേൾക്കുന്നുണ്ട്. അതായത് ഈ അംബേദ്കർ
ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഈ ചർച്ചകൾക്കൊടുവിൽ ഇത്തരത്തിലൊരു സംവരണത്തിന്റെ നിർദ്ദേശം എത്തുന്നതിന് മുമ്പായി അംബേദ്കർ പറഞ്ഞതായി എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട അനീതികളിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ ഒരു നിമിഷം ഇതാ നീതി, ഇതാ സമത്വം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നീതിയുടെ പങ്കുവെക്കലാകില്ല, അത് അനീതിയുടെ പങ്കുവെക്കലേ എന്നാണ് പറഞ്ഞത്. പിന്നിൽ നിൽക്കുന്നവനെ ഓടി മുന്നിലെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സംവരണം. ആ സാമൂഹിക പിന്നാക്കാവസ്ഥയെ സംബന്ധിച്ച് പരിഹാരമാണ് സംവരണം വഴി ഉദ്ദേശം വെക്കുന്നത് എന്നായിരുന്നു ഭരണഘടനാ ശില്പികൾ മുമ്പോട്ട് വെച്ച ആശയം. ഈ ആശയത്തിന് ഘടകവിരുദ്ധമല്ലേ യഥാർത്ഥത്തിൽ സാമ്പത്തിക മാനം അതിൽ ഉൾപ്പെടുത്തുന്നത്? ഭരണഘടനാ ശില്പികൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് താൽക്കാലികമായി അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി ഗാന്ധിജി തന്നെ നേരിട്ടിറങ്ങി ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരിക, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ദ്വിമുഖ സമരം നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തപ്പോൾ പിന്നോക്കം നിൽക്കുന്ന പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവസര പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ് സംവരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ജനത എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ആ മാറി നിൽക്കുന്ന ജനതയ്ക്ക് കയറി വരാനുള്ള വഴി എന്താണോ ആ വഴി ഒരുക്കലാണ് സംവരണത്തിലൂടെ ചെയ്തത്. യഥാർത്ഥത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ദേശീയ രംഗത്തുള്ള പ്രധാന പാർട്ടികൾ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതൃത്വം അതിനകത്ത് എടുത്ത നിലപാടിനോട് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. സ്വാഭാവികമായി പാർലമെന്റിൽ അത് പാസ്സാക്കി രാജ്യസഭയിൽ വന്നപ്പോൾ വ്യത്യസ്ത നിലപാടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസും എടുത്ത നിലപാട് ഇതേ രീതിയിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും CPM-ഉം RSSും ഇത് നേരത്തെ തന്നെ ഇത്തരം നിലപാടുകൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിലും പിന്നീട് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ 2 പ്രാവശ്യം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നടപടികൾ ഒന്നും എടുത്തിരുന്നില്ല. പക്ഷെ BJP അവസാന സമയത്ത് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വളരെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് നിയമങ്ങൾ ചുട്ടെടുക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം 8-ാം തീയതി ഈ K. പ്രഭാകർ റെഡ്ഡി നക്ഷത്ര ചിഹ്നമിടാത്ത 4475-ാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നത്, കേന്ദ്രമന്ത്രി ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നത് ഇത്തരമൊരു ചർച്ചയേ ഇല്ല, ഇത്തരമൊരു സംവിധാനമേ നീക്കമേ ഇല്ലെന്ന്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പെട്ടെന്ന് ഇത് ഒരു നീക്കവുമായി എത്തുന്നത്. അത് തന്നെ ഇവർ പെട്ടെന്ന് കൊണ്ടുവന്നതാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒപ്പം കപിൽ സിബൽ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ 5 വർഷത്തിനുള്ളിൽ പൊതുമേഖലയിൽ ആകെ സൃഷ്ടിക്കപ്പെട്ടത് 45,000-ഓളം തൊഴിലവസരങ്ങളാണ്. അതിൽ 4500 പേർക്കാണ് ഈ അർത്ഥത്തിൽ നേട്ടം വരുന്നത്, ഈ 10%. അങ്ങനെ ഈ 4500 പേർക്ക് വേണ്ടിയിട്ടാണോ ഈ ഭേദഗതി നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം അപഹസിച്ചു ഈ നീക്കത്തെയൊക്കെ. പക്ഷെ കോൺഗ്രസിന്റെ ആകെ ഉള്ള ഒരു പൊതുബോധത്തിന് അതിന് മേൽക്കൈ നേടാനായില്ല. അതൊരു പക്ഷേ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും അതിന്റെ കാരണം? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ CPM പറയുന്ന പോലുള്ള സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് എന്തിനു വേണ്ടിയാണ് സംവരണം? സംവരണം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ? എങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന ആ ഘട്ടത്തിൽ 35 കോടിയോളം വരുന്ന ജനതയിലെ 50%-ലധികം ആളുകളും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വസ്ത്രം ധരിക്കാൻ കഴിയാത്ത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ചൊരു ജനതയാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഭരണഘടനാ ശില്പികൾ അന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരൊക്കെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നില്ല? അപ്പൊ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, മറിച്ച് സാമൂഹികമായ ഒരു നീതി കൊടുക്കലാണ്, അംഗീകരിക്കലാണ്. ഒരു സമൂഹത്തിന് അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ
അംഗീകരിച്ചു കൊടുക്കലാണ്. നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ എന്തെല്ലാം കഴിഞ്ഞ കാലത്ത് മാറി മാറി വന്ന ഗവൺമെന്റുകൾ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കി. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഇന്ത്യ ഇന്ന് അവിടുന്നൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ധാന്യങ്ങൾ വരുന്നതിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങളിലേക്ക് ധാന്യങ്ങൾ കയറ്റി അയക്കുന്ന സാഹചര്യത്തിലെത്തി. അപ്പൊ അത്തരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കേണ്ട പദ്ധതികൾ വേറെയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും കുറേയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സംവരണം കൊടുക്കാനല്ല, മറിച്ച് മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഉണ്ടാക്കി അവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിച്ചു, അതിന് പണം അനുവദിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ സംവരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള ഒന്നാണെന്ന് വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാന തത്വം തന്നെ മാറിപ്പോവുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഇനി സ്വകാര്യ മേഖലയിലാവാം മറ്റു മേഖലയിലാവാം എന്ന് പറയുന്നിടത്തല്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അതാണ് കറക്റ്റ്. അതായത് സംവരണം എന്നത് ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് സാമ്പത്തികം എന്നതല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നതാണ്. അങ്ങനെ പരിഹരിക്കപ്പെടുമ്പോൾ അവിടെ സാമ്പത്തികത്തിന് റോളില്ല എന്നാണ് ഒരു വലിയ വിഭാഗം, ഈ സംവരണത്തെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ സാമ്പത്തികമായ സംവരണത്തെ എതിർക്കുകയും ചെയ്യുന്നു ഇവർ. ഇനി ഇപ്പോൾ മോദി സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തിന്റെ പൊള്ള കൂടി മനസ്സിലാക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ വേണുഗോപാലിലേക്ക് കൂടി പോകാം. ശ്രീ വേണുഗോപാൽ, അതായത് CPIM-ഉം മറ്റും മുമ്പോട്ട് വെക്കുന്ന ചില കാര്യം, മാർക്സിസ്റ്റ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവരാകെ മുമ്പോട്ട് വെക്കുന്ന കാര്യം ഈ വർഗപരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഭിന്നിപ്പിക്കുന്ന ഒരു നടപടി, അത് മുന്നോക്ക സമുദായത്തിലുള്ളവർ പിന്നോക്ക സമുദായത്തിലുള്ളവർ എന്ന അർത്ഥത്തിൽ ദാരിദ്ര്യത്തിലുള്ളവരെ മറ്റൊരർത്ഥത്തിൽ കാണരുത്, വർഗപരമായിട്ടാണ് അവരെ വിവക്ഷിക്കേണ്ടത്. ആ വർഗപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്ന ആ ക്ലാസ് സിദ്ധാന്തം ഒരു പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് യോജിക്കുന്നതല്ല. കാരണം ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സങ്കീർണവും നിഗൂഢവും വലിയ രീതിയിൽ പിന്നാക്കവും നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവരണത്തിന്റെ സ്പിരിറ്റിനെതിരാണത് എന്നതാണ് ഈ മാർക്സിസ്റ്റ് ചിന്തകരോട് ഒരു പക്ഷേ ഈ സംവരണാനുകൂലികൾ എന്ന് പറയുന്ന സോക്കോൾഡ് വ്യക്തികൾ മുമ്പോട്ട് വെക്കുന്ന ആശയം. ഇവിടെയും ആ പ്രശ്നം വന്നു. അതായത് തത്വത്തിൽ ഇതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ CPIM പക്ഷേ ഈ മോദി സർക്കാരിന്റെ ചില ഗിമ്മിക്കുകളും ഇതിലെ അശാസ്ത്രീയതയും ഇതിലെ ഹോംവർക്ക് ഇല്ലായ്മയും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇതിനെ എതിർക്കുന്നത്. പക്ഷേ ഇതിനെ തത്വത്തിൽ ഈ സാമ്പത്തിക സംവരണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനോടുള്ള വിയോജിപ്പാണ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാവ് AP അനിൽകുമാറും ഒപ്പം ശ്രീ ഹരീഷ് വാസുദേവും ഒക്കെ മുമ്പോട്ട് വെച്ചത്. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണല്ലോ സംവരണം സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ രേഖ എന്ന് പറയാവുന്ന സാധനം. അതില് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ മണ്ഡലിന്റെ ഒരു പ്രത്യേക വാചകമുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ഘടനാപരമായ മാറ്റങ്ങളിലൂടെ ഉൽപാദന രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്താതെയും പുരോഗമനപരമായ ഭൂപരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കാതെയും പട്ടികജാതി പിന്നോക്കക്കാർ അടങ്ങുന്ന ജനവിഭാഗം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹികമായ പിന്നാക്കാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാനാവില്ല എന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം, ഈ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഘടനാപരമായ മാറ്റങ്ങളിലൂടെ ഉൽപാദന രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തുകയും പുരോഗമനപരമായ ഭൂപരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കുകയും വേണം എന്നതാണ്. അതാണ് ഇതിനുള്ള ആത്യന്തികമായ പരിഹാരം. ഈ ആത്യന്തികമായ പരിഹാരം നേടണമെങ്കിൽ ജാതീയമായി നടക്കുന്ന ഭിന്നിപ്പ് അല്ലെങ്കിൽ മേൽജാതി കീഴ്ജാതി ഭിന്നിപ്പിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിനെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും ഭിന്നിപ്പിക്കുക എന്ന നിലപാടെടുത്താൽ കഴിയില്ല എന്നതാണ് CPM ഇതിന് ആധാരമായി മുന്നോട്ട് വെക്കുന്ന നിലപാട്. അതെ, അതാണ് അതിനെ വർഗപരമായി വീക്ഷിക്കണമെന്ന് പറയുന്നത് തന്നെ അതിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം ഒരു മാനദണ്ഡം, അത്തരം ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിലുള്ള മാനദണ്ഡം ഇന്ത്യൻ ജാതി വ്യവസ്ഥകൾ അധിഷ്ഠിതമാക്കിയ അനീതിക്ക് പരിഹാരമാകില്ല എന്നതാണ് ഇവർ പറയുന്നത്.
അതെ, അതിനുള്ള മറുപടി ഉണ്ട്. ഈ ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നത് ഫ്യൂഡൽ കാലഘട്ടത്തിലാണ്. EMS ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ എന്ന് വിളിച്ച ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് ഇന്ത്യക്കകത്ത് ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നത് ശക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനു മുമ്പ് ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വളർച്ച എന്ന രീതിയിലാണ് ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. ജാതി വ്യവസ്ഥ രൂപം കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വർത്തമാനം പറയുന്നത്. ജാതി വ്യവസ്ഥ രൂപം കൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ മുതലാളിത്തം വളരാൻ തുടങ്ങിയതിന്റെ ഭാഗമായി എല്ലാ ജാതികളിലും വൻതോതിൽ മുതലാളി വർഗവും ഇടത്തരക്കാരും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ദളിതുകളുടെ സംരംഭകരുടെ പ്രത്യേക സംഘടന ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. വൻതോതിൽ വരുമാനം ഉണ്ടാക്കുന്ന ദളിതുകൾ ഉണ്ട് എന്ന കാര്യം നമുക്ക് രേഖകൾ നോക്കിയാൽ പരിശോധിച്ചാൽ ഒക്കെ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇത് എല്ലാ ജാതികളിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് എല്ലാ ജാതികളിലും മുതലാളി ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ ജാതികളിലും തൊഴിലാളി വർഗവും രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത കൂടെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവണം. ജാതി വ്യവസ്ഥ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല. മുതലാളിത്ത വ്യവസ്ഥ ജാതി വ്യവസ്ഥയെ വൻതോതിൽ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ ജാതികളിലും മേൽജാതി കീഴ്ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ജാതികളിലും മുതലാളി വർഗവും ശരിയാണ്. ശ്രീ വേണുഗോപാൽ, അങ്ങനെ വർഗാടിസ്ഥാനത്തിലൊരു വീക്ഷണത്തിൽ ഒരു പക്ഷെ അങ്ങനെ പറയാം. പക്ഷെ അതൊരു ഉപരിപ്ലവമല്ലേ? അതൊരു സൂപ്പർഫിഷ്യലായ ചിന്തയല്ലേ? കാരണം ദളിതരുടെ തന്നെ വിഷയം നോക്കൂ. ഈ രാജ്യത്തെ ഹൈവേയുടെ തീരത്ത് വസ്തുക്കളുള്ള എത്ര ദളിതനുണ്ട്? എന്തൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാലും നമുക്കറിയാം, ദളിത് കോളനികൾ തന്നെ ഏറ്റവും ഭേദപ്പെട്ട സാംസ്കാരിക സാമൂഹ്യ സാഹചര്യമുള്ള കേരളത്തിൽ പോലും ദളിതന്റെ അവസ്ഥ ഇത്ര പിന്നാക്കമാണ് എങ്കിൽ അതിൽ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ എന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളില്ലേ? അതുകൊണ്ട് തന്നെ ദളിതർക്ക് പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നൽകി വരുന്ന സംവരണത്തിൽ ഒരു മാറ്റവും വരുത്തണം എന്ന് CPM പറഞ്ഞിട്ടില്ല. ഒരു കാലത്തും അങ്ങനെ പറയുകയുമില്ല. മറ്റ് പിന്നോക്ക ജാതിക്കാരുടെ കാര്യത്തിൽ ക്രീമിയ ലെയറിന് ഒഴിവാക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മേൽജാതി കീഴ്ജാതി എന്ന് തിരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ ഒക്കെ തൊഴിലാളി വർഗത്തിനെയും മറ്റ് അധ്വാനിക്കുന്ന വിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ബൂർഷ്വാസി ഇന്ത്യൻ ഭരണവർഗം നടത്തിയ ശ്രമത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക സംവരണം ഈ മേൽജാതിക്കാർക്ക് അനുവദിക്കണം എന്ന സമീപനം CPIM 1990-കളിൽ എടുക്കുന്നത്. ബോധ്യമായി വ്യക്തമാണ്. ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ, താങ്കളിലേക്ക്. ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ, രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംവരണമല്ല വേണ്ടത്, അതിന് ചില സാമ്പത്തിക സഹായത്തിന്റെ പാക്കേജുകളാണ് വേണ്ടത് എന്നതാണ് ഹരീഷ് വാസുദേവും AP അനിൽകുമാറും മുമ്പോട്ട് വെച്ച കാര്യം. രണ്ടാമതുള്ള ഒരു കാര്യം, ഈ മോദി സർക്കാർ മുമ്പോട്ട് കൊണ്ടുവന്ന ഈ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഈ ഭേദഗതി നിർദ്ദേശം ഉള്ളടങ്ങുന്ന യാഥാർത്ഥ്യം എന്നത് ഒരുപക്ഷെ മുന്നാക്ക വിഭാഗക്കാരിലെ പിന്നാക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഗുണപരമാകുമോ? 8 ലക്ഷത്തിന് താഴെയുള്ള ആർക്കും ഈ 10% സംവരണം ലഭ്യമാകും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്. ആ സമൂഹത്തിൽ വളരെ താഴേക്കിടയിൽ കിട്ടുന്നവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭ്യമാവുകയില്ല. അതുകൊണ്ട് സംവരണ വിരുദ്ധമായ ഒരു കാര്യമെത്തി, സാമ്പത്തിക സംവരണം എന്ന തങ്ങളുടെ ആവശ്യത്തിന് പച്ചക്കൊടി കാട്ടുന്ന ഒരു കാര്യമെത്തി എന്ന ആശയപരമായ സന്തോഷത്തിന്റെ പുറത്ത് ഈ യാഥാർത്ഥ്യം കാണാതെ പോവുകയാണോ ശ്രീ പെരുമുറ്റം? എനിക്കിവിടെ അല്പസമയം തരണം. കുറേ ചർച്ചകൾ കഴിഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്. ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇവിടെ വന്നാൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് പോലാണ് ഈ രാജ്യത്തെ പൗരനായി ജനിച്ച് ഈ രാജ്യത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും അധികം ജോലി ചെയ്തിട്ടുള്ള ഒരു സമുദായത്തിന് ഭിക്ഷക്കാരെ പോലെ വന്ന് അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ ആഹാരത്തിന് പണം കൊടുക്കണം, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് എന്ത് ന്യായവും എന്ത് നിയമവുമാണത്? നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം തന്നെ എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു പൗരനും നീതി നിഷേധിക്കാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പൊ 14, 15, 16 ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവസര നിഷേധം പാടില്ല. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. താങ്കൾക്ക് തന്നെ അവസരം തരാം. അതായത് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അതേ സംബന്ധിച്ച് അംബേദ്കർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അത് അവർ പറയുന്ന ആശയത്തെ അംബേദ്കർ പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കൂ. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതീതി
കണ്ണിൽ കണ്ടാൽ പോലും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമാണ് എന്ന് കരുതുന്ന ഒരു ജനതതി അവർ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നതിന്റെ പുറത്ത് അവർക്ക് പ്രവേശിക്കാനാകാത്ത ഒരു ഇടമുണ്ട്. ആ ഇടമാണ്, അതായത് ഇത്രയും നാളായി തുടർന്നു വന്ന ഒരു അനീതിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ നീതിയും സമാധാനവും ഇതുമാകാമെന്ന് പറഞ്ഞാൽ അവിടെ നീതിയുടെ അല്ല അനീതിയുടെ പങ്കുവെക്കലേ ആകുമെന്ന്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ കലണ്ടർ നമ്മൾ ചുരുട്ടി വെക്കുമല്ലോ, വലത്തോട്ട് ചുരുട്ടി വെക്കുന്ന കലണ്ടർ ഇടത്തേക്കാക്കണമെങ്കിൽ അല്ലെങ്കിൽ നേരെ ആക്കണമെങ്കിൽ ഇടത്തോട്ട് ചുരുട്ടേണ്ടതുണ്ട്. ആ ചുരുട്ട് മാത്രമാണ് സംവരണം. അത് നീതിബോധത്തെ ബാധിക്കുന്നതല്ല, അത് മുന്നാക്ക സമുദായത്തിനെതിരല്ല. ഈ ആശയമാണ് അവർ മുമ്പോട്ട് വെച്ചത്. ഇനി താങ്കൾക്ക് തുടരാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗത്തിന്റെയും കാര്യത്തിൽ അടിസ്ഥാനപരമായി വലിയ മാറ്റം ഇന്നും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ക്രീമി ലെയർ അവിടെയും കൊണ്ടുവരേണ്ടതാ. കഴിഞ്ഞ 35 വർഷമായിട്ട് താങ്കൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ 35 വർഷമായിട്ട് പട്ടികജാതിക്കാരന്റെ പേരിൽ മാത്രം ഞാൻ തന്നെ MP ആയിരുന്നോളാം എന്ന് പറയുന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊരാൾ എന്തുകൊണ്ട് അവിടത്തേക്ക് കടന്നു വരുന്നില്ല? പട്ടികജാതി വർഗ്ഗക്കാരനുള്ള സീറ്റിൽ ഞാൻ തന്നെ 25 വർഷവും മത്സരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ള MP നമ്മുടെ രാജ്യത്തുണ്ട്. അവർ രാവിലെ കരയുന്ന ആർക്ക് വേണ്ടിയാണ്? പാവപ്പെട്ട പട്ടികജാതിക്കാരന് വേണ്ടി കരയുവാണ്. അപ്പൊ പട്ടികജാതി കോളനികൾക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ല. ആദിവാസികൾ ഇന്നും ഊരുകളിൽ കഴിയുകയാണ്. അപ്പൊ ഏതർത്ഥത്തിലാണോ സംവരണം കൊണ്ടുവന്നത് അതിന്റെ ഫലം 70 വർഷമായിട്ടും കാര്യമായിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ താങ്കൾ തന്നെ സമ്മതിക്കുന്നു സംവരണത്തിന്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് ലഭ്യമാകുന്നില്ല എന്ന്. അതിന്റെ അർത്ഥം ഇനിയും സംവരണം ആവശ്യമാണ് എന്നല്ലേ? അല്ലല്ല അങ്ങനല്ല. സംവരണത്തില് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ തുടർന്നു. പട്ടികജാതി പട്ടികവർഗക്കാരൻ കഴിഞ്ഞാൽ പിന്നെ ആർക്ക് സംവരണം കൊടുക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞത്. എനിക്ക് ഹരീഷ് വാസുദേവൻ ഒരു സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് ചോദിക്കട്ടെ, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്നാ പറഞ്ഞ് സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇവിടുത്തെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ, ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇന്ന് ഇവിടെ ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയാണെങ്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള ആളാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിന്നോക്കാവസ്ഥയിലുള്ള ആളാണ്. ജാതിയുടെ പേരിൽ ഇന്ന് ആരെയും ഇവിടെ പീഡിപ്പിക്കാൻ സാധിക്കത്തില്ല. വളരെ ശക്തമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. ജാതി പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടുമെന്ന്. അപ്പൊ ചുമ്മാതെ പറയുവാണ് ജാതിയുടെ പേരിൽ ഇന്ന് ഇവിടെ പീഡനം. വടക്കേ ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ ശ്രീ പെരുമറ്റം, അതായത് ഇത്ര നാൾ തുടർന്നു വന്ന സാമൂഹിക അനീതി എവിടെ കൊണ്ടിട്ട് തീർക്കും? അവരുടെ കോശങ്ങളിൽ പോലും അടിഞ്ഞുപോയ ചില പിന്നോക്കാവസ്ഥയുടെ വിത്തുകൾ എങ്ങനെ നശിപ്പിക്കും? അതാണ് ഒരു ചോദ്യം. അതൊരു വലിയ ചോദ്യമാണ്. ഒരു പക്ഷേ എനിക്കും യോജിക്കുന്നതായ പല ഭാവങ്ങളും ഉണ്ടാകാം. പക്ഷെ എനിക്ക് വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ അതിന് ആ യാഥാർത്ഥ്യങ്ങളൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും ആ അർത്ഥത്തിൽ ഒരു ഡിലേമയിലാണ്. ഒരു കാര്യം നമുക്ക് ഈ മോദി സർക്കാരിലേക്ക് എത്താം. ശ്രീ പെരുമുറ്റം, ഈ മോദി സർക്കാരിലേക്ക് സ്പെസിഫിക് ആകാം. അതായത് 5 ഏക്കറിൽ താഴെ കൃഷിസ്ഥലമുള്ളവൻ, 8 ലക്ഷം താഴെയിൽ വാർഷിക വരുമാനമുള്ളവൻ എന്ന് പറയുമ്പോൾ അതായത് 2.5 ലക്ഷത്തിലധികമുള്ളവൻ ഇൻകം ടാക്സ് അടയ്ക്കണം. അങ്ങനെയുള്ള ഒരു നാട്ടിൽ 8 ലക്ഷത്തിൽ താഴെ, അപ്പോ പിന്നോക്കക്കാരിലെ ഈ അവശത അനുഭവിക്കുന്നതിന് കിട്ടുമോ? അവശ നായർ എന്ന് നിങ്ങൾ പറയുന്ന സൂചിപ്പിക്കുന്നവർ തന്നെ ഞാനൊരു പ്രതീകമായി എടുക്കാം. അങ്ങനെയുള്ളവർക്ക് ആ ആനുകൂല്യം ലഭ്യമാകുമോ? അതിനെ ഇടത്തരക്കാരൻ അടിച്ചുകൊണ്ട് പോകില്ലേ അത്? അപ്പോ ഈ മോദി സർക്കാർ മുമ്പോട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ഇതിന്റെ ഫലപ്രാപ്തി യഥാർത്ഥത്തിൽ പാവപ്പെട്ട മുന്നോക്കക്കാർക്ക് ലഭിക്കുമോ? നമുക്ക് അതിലേക്ക് സ്പെസിഫൈ ചെയ്യാം. ഇതൊരു വലിയ ചർച്ചയാണ്. ഇതെവിടെയും കൊണ്ട് എത്തിക്കാൻ ഇതിലേക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക്. അപ്പൊ അതിന് മറിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ OBCക്ക് കൊടുക്കുന്ന 8 ലക്ഷമാണല്ലോ വെച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല? 8 ലക്ഷമാണല്ലോ ക്രീമി ലെയർ വെച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ സിൻഹു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പണക്കാരനായ നായന്മാർക്കോ നമ്പൂതിരിമാർക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും കൊടുക്കണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. BPL-കാർക്ക് കൊടുത്താൽ മതി നമ്മുടെ രാജ്യത്ത്. പക്ഷെ ഞങ്ങൾ ഇതിനെ കണ്ടത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് തീരുന്നില്ല കാര്യങ്ങള്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ നീതി കൊടുക്കണം. അവിടെ ജാതിയോ മതമോ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നായർ സമുദായത്തിന്റെ അഭിപ്രായം. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു NSSന്റെ സ്ഥാപനങ്ങളിൽ അവരെന്തുകൊണ്ട് 10% കൊടുക്കത്തില്ലെന്ന്. ശരിയാണ്, ഞങ്ങൾക്കും ആ അഭിപ്രായമുള്ളേ. NSSന്റെ സ്ഥാപനങ്ങളിൽ 10% കൊടുക്കണം. 10 അല്ല 50% പാവപ്പെട്ടവന് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ MP-യുടെ കാര്യം പറഞ്ഞതുപോലെ NSSന്റെയും തലപ്പത്തിരിക്കുന്നവർക്ക് മാറാൻ ബ്രഹ്മാവ് വിചാരിച്ചാലും നടക്കില്ലല്ലോ.
മാറേണ്ട കാര്യമില്ല അവർ വിചാരിക്കാം. നിങ്ങൾ പറയുന്നതിനോട് 100% നമുക്ക് നിങ്ങൾ പറയുന്നതിനോട് 100% താങ്കളുടെ സമാന്തര വിഭാഗം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അതായത് ഈ യുക്തികൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കയ്യടി കിട്ടുന്ന യുക്തി സാമൂഹ്യ എഞ്ചിനീയറിംഗിൽ സാധ്യമല്ല. കാരണം ഇപ്പോൾ ഒരു തുണിയിലെ ഈർപ്പം കളയാൻ നമുക്ക് വെയിലത്തിടാം, പക്ഷെ നമ്മുടെ ശരീരം വിയർത്ത് ഈർപ്പമുണ്ടായാൽ വെയിലത്തിട്ട് ഉണക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് ആ യുക്തി എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. അതിന് ചില കാര്യങ്ങളുണ്ട്. അതൊരു വലിയ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ തന്നെ ചർച്ച ചെയ്യണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് എത്താം. ശ്രീ ജയചന്ദ്രൻ, അതായത് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഈ നീക്കത്തെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. കാരണം ഈ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ അർത്ഥത്തിൽ പോവുകയാണെങ്കിൽ 95% പേർക്കും യഥാർത്ഥത്തിൽ ഈ ആനുകൂല്യം ലഭ്യമാകും എന്ന അർത്ഥത്തിലുള്ള പോക്കാണ് ഇവർ പറയുന്നത്. അതായത് അത് തന്നെ അതിൻ്റെ ഉദ്ദേശം മറ്റൊരർത്ഥത്തിൽ പോലും നടപ്പാകുന്നില്ല എന്നതാണ്. ഈ ഒരു നവലിബറൽ പരിഷ്കാരമെന്നോ ഉദാരിവൽക്കരണമോ എന്നും പറയുന്നില്ല ഞാൻ. 2017 സാമ്പത്തിക അവസ്ഥ നോക്കുമ്പോൾ അത് കുന്നുകൂടിയതിൽ 5% താഴെയുള്ള വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റി എന്ന് പറയാവുന്നവരുടെ കയ്യിലേക്കാണ്. അങ്ങനെയുള്ള ഒരു നയം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ, തൊഴിലുകൾ നഷ്ടമാകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ ഭരണകൂടം ക്രൂരമായ രീതിയിൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സംവരണം കൊണ്ട് പാവപ്പെട്ടവനെയോ അല്ലെങ്കിൽ മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവനെയോ ഒന്നും സംരക്ഷിക്കാൻ ഉതകുന്നതല്ല. അവിടെ ഭൂപരിഷ്കരണം, സാമ്പത്തിക പരിഷ്കരണം അടക്കമുള്ള വിശാലമായ വലിയ പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ ഇതൊരു തട്ടിപ്പാണ് എന്ന് മുമ്പോട്ട് വെക്കുമ്പോൾ നമുക്കത് ശരിവെക്കേണ്ടി വരിക? തീർച്ചയായും അത് തന്നെയാണ് കാര്യം. കേരളം ഇത് മുൻപേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുൻപേ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ അന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സർ EMS തന്നെയായിരുന്നു. EMS അതിനെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുമുണ്ട്. അതായത് അന്ന് ഈ സംവരണമുണ്ട്. അപ്പോൾ പിന്നോക്കാർക്കുള്ള സംവരണം ആദ്യമായിട്ട് ആലോചിക്കുന്നത് EMS സർക്കാരാണ്. ആലോചിച്ചപ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ തർക്കങ്ങളും വിതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, വിവാദങ്ങളുണ്ടായി. അന്നുണ്ടായ പ്രധാനപ്പെട്ട വിവാദം ഈ പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഒരുപോലെ ഉന്നയിച്ച ഒരാവശ്യം വിചിത്രമായിരുന്നു. സംവരണം വേണ്ടത് ജാതീയമായിട്ടല്ല, സാമ്പത്തികമായിട്ടാണ്. കഴിയില്ല എന്ന ഉറച്ച നിലപാടെടുത്തു അന്നത്തെ ഗവൺമെന്റും പാർട്ടിയും ഒക്കെ. അങ്ങനെയാണ് ആ പിന്നോക്കക്കാർക്ക് സംവരണം തന്നെ തീരുമാനിക്കുന്നത്. EMS അതിനെ കുറിച്ച് വ്യക്തമായി പിന്നീട് പറഞ്ഞിട്ടുള്ളത് അതാണ്. പിന്നീട് ഞാനതിനകത്ത് അവകാശപ്പെടുകയാണ് എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറയുന്നുണ്ട്, സർക്കാരിന്റെ ക്രീമി ലെയർ എന്നുള്ള സംഗതി വരുന്നത് തന്നെ എൻ്റെ അന്നത്തെ ആ നിയമത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ചരിത്രം കേരളത്തിന് മുമ്പേ ഉണ്ട്. അത് നമ്മൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇതിപ്പോ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നോക്കിയാൽ ഈ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് വിദ്യാഭ്യാസപരമായി പഠിക്കുന്നവർക്ക് ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ഒരു കമ്മീഷനുണ്ട്. KPCR എന്നാണ് പേര്. KPCR കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട്, പഴയ അമ്പലപ്പുഴ MLA പറഞ്ഞ KK കുമാരപിള്ള ചേട്ടന്റെ പേരിലാണ് ആ കമ്മീഷൻ റിപ്പോർട്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം ഈ വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടണമെങ്കിൽ. 1 ലക്ഷത്തിൽ താഴെ. ഇതാണ് KPCRൽ പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് കിട്ടും അർഹതയുള്ളവർക്ക്? അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർ അവരെ ഈ 10% ഒഴിവാക്കുമോ? സ്വാഭാവികമായിട്ടും ഒഴിവാക്കും എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. അങ്ങനത്തെ തീരുമാനം പോലും ഇല്ലല്ലോ. പിന്നെ ഈ തിങ്കളാഴ്ച കേന്ദ്ര ക്യാബിനറ്റ് കൂടി ഇത് അംഗീകരിക്കുന്നു, ചൊവ്വാഴ്ച ലോക്സഭ വരുന്നു, ബുധനാഴ്ച രാജ്യസഭ വരുന്നു, ഇപ്പൊ നിയമമായിരിക്കുന്നു. എത്ര അനായാസമാണ്, ലളിതമായിട്ടാണ് രാജ്യത്ത് ഒരു പുതിയ നിയമം ഉണ്ടാകുന്നത്. ഈ നിയമമൊക്കെ ഉള്ളതല്ല എന്ന് നടപ്പിലാക്കിയവർക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പുറകിൽ ഉണ്ടാകുന്ന പുകലുകൾക്കെല്ലാം പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് നിരവധി വിഷയങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വരാനിടയുള്ളത് മൂടിവെക്കാൻ വേണ്ടി ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കുൽസിത ശ്രമം എന്ന് തന്നെ പറയാൻ കഴിയൂ. അതാണ് ഈ പുതിയ സാമ്പത്തിക സംവരണം എന്ന 10% എന്ന് പറയുന്നത്. അതൊന്നും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു നീക്കത്തിന് എന്തൊക്കെ കാര്യങ്ങളാകും ഉപോത്ഭകമായി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരിക? കാരണം ഒരു പ്രശ്നം സർക്കാർ ഈ തരത്തിലൊരു ഗിമ്മിക്കായി ഉയർത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം വേറൊരർത്ഥത്തിൽ ആഘാതമായി ശിവസേനയ്ക്ക് ലഭിക്കുന്നു, അതുകൊണ്ട് ശിവസേന എതിർക്കുന്നു എന്ന പരിമിതമായ രാഷ്ട്രീയ ചിന്തയിലൊന്നും ഞാനിതിനെ കാണുന്നില്ല. പക്ഷേ ഈ ഒരു നീക്കം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയിക്കുമോ? അങ്ങനെ കാണുന്നുണ്ടോ ശിവസേന? എന്തു തന്നെയായാലും
മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെമ്പാടുമുണ്ട്. ആ സംവരണം നമ്മൾ മുന്നോക്കത്തിലെ പിന്നാക്കക്കാർക്ക് നൽകുമ്പോഴും മറ്റുള്ള പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് അത് നൽകുന്നതിനെ ചോദ്യം ചെയ്യാനോ ഇവിടെ ആരും മെനക്കിടുന്നില്ല. ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി വരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടും ശിവസേനയ്ക്ക് ഈ അവസരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തെ ചോറുണ്ട് എന്ന് പറഞ്ഞ് ഇലയും ഇട്ട് അവസാനം ഊണില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അത് BJPയുടെ രാഷ്ട്രീയ വ്യക്തമാണ്. ശ്രീ വേണുഗോപാൽ, അതായത് ഈ നെട്ടൂർ ദാമോദരൻ കമ്മീഷൻ, കർപ്പൂരി ഠാക്കൂർ കമ്മീഷൻ, വേണുഗോപാൽ ഇല്ല, ശരി. എന്തായിരുന്നാലും ചർച്ചയെ അതിന്റെ പൂർത്തീകരിക്കുന്ന ഘട്ടം എത്തിയത് കൊണ്ടുകൂടി തീർച്ചയായും മോദി മുമ്പോട്ട് വെച്ച സാമ്പത്തിക സംവരണം എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ലാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതതിൻ്റെ സംവരണം എന്ന ഉദ്ദേശത്തെ അട്ടിമറിക്കുന്നു എന്നതും ഈ കൊണ്ടുവന്ന സംവരണം അവർ പറയുന്ന ഉദ്ദേശം പോലും മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കില്ല എന്നതാണ് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയേണ്ടി വരിക. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.